പ്രണീത് മോർ എന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു വനിതാ ഡോക്ടർ നടത്തിയൊരു പരാമർശമുണ്ട്. അവർ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്യുമ്പോൾ തല വെട്ടിപ്പൊളിക്കുമ്പോൾ ഉള്ളിലൊന്നുമില്ലേ എന്ന് കണ്ടെത്തുമോ എന്ന് ചിരിച്ചുകൊണ്ട് ഈ പ്രണീത് മോർ ചോദിക്കുമ്പോൾ അതിന് ചിരിച്ചുകൊണ്ട് ഡോക്ടർ മറുപടി പറയുന്നു. അതിലേറെ എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തിയ ഒരു പരാമർശം ആ യുവ ഡോക്ടറിൽ നിന്നുണ്ടായത് പുരുഷ മൃതദേഹങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം നോക്കി ഞങ്ങൾ ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ വല്ലാതെ വലിയ പ്രതിഷേധം ആളുകൾക്കിടയിൽ ഉണ്ടാക്കി. ഒരു മൃതദേഹത്തോട് ആദരവ് കാട്ടേണ്ട ഒരു ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ചെയ്തികളാണ് ഉണ്ടാകുന്നത്. വലിയ ഞെട്ടലോടെയാണ് തീർച്ചയായും എല്ലാവരും കണ്ടത്. വലിയ പ്രതിഷേധങ്ങൾ ആ ഡോക്ടർ പിന്നീട് സോഷ്യൽ മീഡിയയിലെത്തി ഞാൻ അങ്ങനെ മനസ്സറിഞ്ഞ് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ഒരു ഡോക്ടറുടെ മനസ്ഥിതി, ഒരു ഡോക്ടറുടെയാണ്, എല്ലാവരും അങ്ങനെയല്ല, ഒരു ഡോക്ടറുടെ മനസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ഭയത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. ഇത് പറയാൻ കാരണം മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുവെന്നതാണ്. അങ്ങ് ജർമ്മനിയിൽ ഒരു കോളേജിലെ കുറേയേറെ വിദ്യാർത്ഥികൾ ബയോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ബയോളജി ലാബിൽ ഒരു അസ്ഥികൂടം കാലങ്ങളായിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. കാലങ്ങൾ എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അസ്ഥികൂടമാണ്. അവർ നിരൻ എന്നതിനെ വിളിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് ആ അസ്ഥികൂടത്തിൻ്റെ ഒറിജിൻ അവർ കണ്ടെത്തിയിരിക്കുകയാണ്. അവർ അതിനെക്കുറിച്ച് പഠിച്ച് അന്വേഷിച്ച് അവർ തിരിച്ചറിഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപക്ഷെ ബ്രിട്ടീഷ് കാലത്തോ മറ്റോ ഇന്ത്യയിൽ നിന്ന് ഇത്തരം പഠനാവശ്യങ്ങൾക്കായി യൂറോപ്പിലെ കലാലയങ്ങളിലേക്കും സർവകലാശാലകളിലേക്കും പോയ മൃതദേഹങ്ങളിൽ ഒന്നായിരുന്നു ആ നിരനെന്നാണ്. അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു മൃതദേഹത്തിൻ്റെ ബാക്കി പത്രമായ അസ്ഥികൂടമാണ് ആ കുട്ടികൾ പഠിച്ചിരുന്നത്. അത് തിരിച്ചറിഞ്ഞ അവർ അത് പൊട്ടിച്ചെതറി പല അവസ്ഥയിലാണ്. അതിനെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു മനുഷ്യന് നൽകുന്ന ആദരവോടുകൂടി അതിനെ സംസ്കരിച്ചു എന്നതാണ്. രണ്ട് വ്യത്യാസങ്ങളാണ്. കുറച്ച് കുട്ടികൾ ഒരു ഇന്ത്യക്കാരനാട് വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം ചെയ്ത ഒരു ആദരവ്, മറുഭാഗത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ പറഞ്ഞാണ് ചിരിക്കുന്നത് എന്ന് പറയുന്നത് കൂടി നമ്മൾക്ക് കേൾക്കേണ്ടി വന്നു.